ഭാഗ്യത്തിന് ഇതാ കൃത്യ ടൈമിൽ തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ അസമിലുള്ള ശിവസാഗർ എന്ന് പറയുന്ന ടൗണിലാണുള്ളത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പോക്കാണിത്. അപ്പോൾ ട്രെയിൻ ഏകദേശം എന്താ ടൈം ആവാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ശിവസാഗർ ടൗണിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചാടിയോടി ട്രെയിനിൽ കയറിയിട്ട് ഏകദേശം ടിക്കറ്റ് എടുത്തിട്ട് വരുമ്പോഴേക്ക് തന്നെ ട്രെയിനിൻ്റെ ഹോൺ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടാറ്റ പൈ പൈ പറഞ്ഞുകൊണ്ട് ശിവസാഗർ ടൗണിന് പോവാണ്. ഇത് നമ്മൾ ദീമാപൂരിലേക്കാണ് ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. ദീമാപൂരിൽ നിന്ന് വേണം നമുക്ക് നാഗാലാൻഡിലേക്ക് പോകാൻ. നമ്മളവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഫെസ്റ്റിവലായിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ള ഏകദേശം ഒരു 10-16 ഗോത്രങ്ങളുടെയൊക്കെ ഡാൻസും അവരുടെ ഒരു കൾച്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. പിന്നെ അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം. അങ്ങനെ നമ്മൾ പോവുകയാണിതാ. ഇവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ കേട്ടോ. അപ്പോൾ ഇവരങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാണ്. ഇവരും അങ്ങോട്ട് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കണ്ടാലൊരു നാഗാലുക്കില്ലേ. അപ്പോൾ പോകുമ്പോൾ വഴിയിലൊക്കെ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. കുറേ നദികളും നെൽപ്പാടങ്ങളും അതൊക്കെ അങ്ങനെ കണ്ട് നമ്മൾ ദീമാപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ദീമാപൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എത്തിയപ്പോഴും തന്നെ ഇതാ ഇവിടെ വെൽക്കം ടു നാഗാലാൻഡ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ വേണം നമ്മൾ പുറത്തേക്ക് കിടക്കാൻ. നമ്മൾ പുറത്തേക്ക് കടന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ആരോടെങ്കിലും പറഞ്ഞ് സെറ്റാക്കി ഒരു ടാക്സി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ദീമാപൂരിലേക്ക് പോകാൻ. അപ്പോൾ ഒരു 3.5 മണിക്കൂറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യാത്രയുണ്ട്. നല്ല കയറ്റാണ്, അതുപോലെ തന്നെ നല്ല വളവാണ്. അങ്ങനെ നമ്മളൊരു ടാക്സിയൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളോട് 400 മുതൽ 500 രൂപ വരെയാണ് ഒരാളോട് ഈടാക്കാം. അപ്പോൾ ടാക്സിയിൽ ആൾക്കാർ കുറവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനേക്കാൾ കൊടുക്കേണ്ടി വരും. മാക്സിമം ഇവരൊരു 5 ആൾക്കാരെയൊക്കെ ഇതിൽ കുത്തിക്കയറ്റും. അങ്ങനെയാണ് ഇവർ പോവുക. അങ്ങനെ ഇതാ പോകുന്ന വഴിക്കൊക്കെ ഇതാ വലിയ വലിയ മലകളും കുന്നുകളും വളഞ്ഞു പൊളഞ്ഞുള്ള റോഡുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ദീമാപൂർ ടൗണിലെത്തിയപ്പോഴേ നമുക്ക് അത്ര വലിയൊരു തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുകളിലോട്ട് പോകും തോറും അതുപോലെ നേരവും അങ്ങനെ ഉച്ച കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വൈകുന്നേരത്തേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നല്ല തണുപ്പായിട്ടാണ്. അങ്ങനെ നമ്മൾ കൊഹിമ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് ഒരു ഹെലികോപ്റ്റർ നമ്മൾ ഹെലികോപ്റ്ററിന് പുറകിലേക്ക് വലിക്കുന്നത് പോലെ ഇല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ കൊഹിമ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സിറ്റിയിലെത്തിയപ്പോഴേക്കും റോഡുകൾ നോക്ക് നിങ്ങൾ, എത്ര കുഞ്ഞു റോഡുകളാണ്. അതും വളവും കയറ്റവും ഒക്കെ ആയിട്ട് ചില ബിൽഡിങ്ങുകളൊക്കെ കണ്ടാൽ തോന്നി ഇപ്പം ഇതിങ്ങോട്ടേക്ക് മറിഞ്ഞു കെട്ടി വീഴുന്നു. അതുപോലെയാണ് റോഡിൻ്റെ സൈഡിൽ വളവിലൊക്കെ ബിൽഡിങ്. അതും എന്താ പറയുക, ഈ മാച്ച് ബോക്സൊക്കെ ഇങ്ങനെ അടുക്കി വെക്കില്ലേ, അതുപോലെയുണ്ട്. കുഞ്ഞു കുഞ്ഞു നിലകളാക്കിയിട്ട് ഇങ്ങനെ. ഇതിൽ ഒരു ഓപ്പോസിറ്റിൽ നിന്ന് ഒരു കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അത് അവിടുന്ന് മാറ്റേണ്ടി വരും. ഈ ഒരു റോഡിലും 2 സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് സൗകര്യമൊന്നും ഇല്ലാത്തതുപോലെ ഉണ്ട് കേട്ടോ. ഇതുപോലെയുള്ള കാറുകളാണ് ഇവിടെ അധികവും നമുക്ക് ടാക്സിക്കായിട്ട് ഉപയോഗിക്കുക. ഇതിനങ്ങനെ വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. ഇങ്ങോട്ടേക്കൊന്നും അങ്ങനെ ബസ് സർവീസൊന്നും കുറവാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ വന്ന ടൈമിൽ കാണാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇതാ ഒരുപാട് ചർച്ചുകളൊക്കെ കണ്ടു കേട്ടോ ഇതുപോലെ വരുമ്പോൾ. അങ്ങനെ നമ്മൾ ഫൈനലി റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൂം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സെറ്റപ്പാണ്. അപ്പം ഇവിടെ തന്നെ റൂം എടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് എളുപ്പമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും, അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന കിസാമ എന്ന് പറയുന്ന വില്ലേജിലേക്ക് പോകാനും. അങ്ങനെ രാത്രിയിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മലയാളിയുടെ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ പല റേഞ്ചിലുള്ള റൂംസ് അവൈലബിൾ ആണ്. എന്നാലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്. മാർക്കറ്റൊക്കെ ഇതാ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അധികം സ്ത്രീകളാണ് കേട്ടോ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ റോഡ് സൈഡിലൊക്കെ നല്ല കുന്നും മലയും ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നേരം വെളുത്ത് വരുന്നുള്ളൂ. ഒരു സൈഡിലോട്ട് ഇതാ നോക്കാം, മലയുടെയൊക്കെ ഒരു സൈഡിൽ നന്നായിട്ട് സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. മറ്റൊരു സൈഡിലേക്ക് ഒരുമാതിരി ഇങ്ങനെ ഷെയ്ഡ് വന്നതുപോലെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ചർച്ച് കണ്ടു കേട്ടോ. ഇതാ വളരെ പഴയ ഒരു ചർച്ചാണ് ഇതെന്നാണ് തോന്നുന്നത്. ഇത് 1964 പണി തീർത്തിട്ടുള്ള ഒരു ചർച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കൊഹിമ സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടുന്നു.
അപ്പോൾ അതൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. വാ, ഞാനങ്ങനെ ഒരു തൂണിൻ്റെ മുകളിൽ കയറി ഈ ഒരു വ്യൂ ഒന്ന് ശരിക്കൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നാഗാലാൻഡിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് നാഗാലാൻഡിലെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.